ഞങ്ങൾ സ്വർണത്തിൽ താല്പര്യപ്പെടുന്നില്ല. സ്വർണ്ണമായിട്ട് കൊടുക്കണം എന്തെങ്കിലും. കല്യാണം ഉണ്ടാക്കാനുള്ള ആളുകൾക്കൊക്കെ പ്രയാസമുണ്ട്. അത് ഡിപ്പെൻസ്, കാര്യമായിട്ട് ബാധിക്കുന്നില്ല. കാരണം ആരും സ്ത്രീധനം ചോദിക്കൂല, സ്വർണം കൊടുക്കണ്ടല്ലോ. തീർച്ചയായിട്ടും സ്വർണത്തിന് നമ്മൾ സ്ത്രീധനത്തിന് എതിരാണ്. പാവപ്പെട്ടവന്റെ മക്കളെ കെട്ടിക്കാൻ പറ്റൂല. സ്ത്രീധനം ഇല്ലാണ്ട് എല്ലാരും കല്യാണം കഴിക്കാനുള്ളല്ലോ. അപ്പോൾ പാവപ്പെട്ടവന്റെ മക്കളെ കെട്ടിക്കാൻ പറ്റൂല. വില കൂടുമ്പോൾ അവര് 10 പവൻ തന്നെന്ന് പറയും. വില കുറയപ്പോൾ എനിക്ക് ഇത്ര കാശ് തന്നാന്ന് പറയും. അതാണ് അതിന്റെ വ്യത്യാസം. ഇത് എന്ത് ഇവിടെ നമ്മുടെ നാട്ടിൽ ലോകത്ത് എന്ത് സാധനത്തിനും വില കൂടിക്കഴിഞ്ഞാൽ സാധാരണക്കാരനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പാവപ്പെട്ടവനെയും മിഡിൽ ക്ലാസ്സുകാരനെ. പാവപ്പെട്ടവന് പിന്നെ ആൾക്കാർക്കടുത്ത് പറയേണ്ടതിൽ കാശിലാണ്. മിഡിൽ ക്ലാസ്സുകാരനെ അത് പറയാൻ പറ്റില്ല, നാണക്കേടാണ്. മിഡിൽ ക്ലാസ് പാവപ്പെട്ടവനെയാണ് ബാധിക്കുന്നത്. അത് ഈ കാശുള്ളവനെ ഒരു സാധനവും ബാധിക്കില്ല. വില കൂടിയാലും കുറഞ്ഞില്ല. നഷ്ടം സാധാരണക്കാരനെ സ്വർണത്തിന്റെ വില ബാധിക്കുന്നുണ്ട്. കാരണം ഒരു സാധാരണക്കാരൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഈ സ്വർണം കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് സ്വർണത്തിന്റെ വില ബാധിക്കുന്നുണ്ടാവും. ഒരു ചെറിയ എമൗണ്ട് ആയാലും. കാരണം സാധാരണക്കാരൻ എപ്പോഴും അവൻ്റെ കയ്യിൽ ഒരു ആഭരണ നിലയിലല്ലോ അവന് പണയം വെക്കാൻ. അവൻ്റെ ഒരു കയ്യിൽ വളം ഉണ്ടെങ്കിൽ അവൻ്റെ ഒരു കയ്യിൽ സൂക്ഷിച്ച് വെക്കുന്ന എപ്പോഴും ഒരു ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലുമൊക്കെ വന്നാൽ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ് ആയിട്ടാണ് സ്വർണത്തെ കാണുന്നത്. അപ്പോൾ അത് ബാധിക്കുന്നുണ്ട്. സ്വർണം വാങ്ങുന്നവർക്കല്ലേ പ്രശ്നമുള്ളൂ. സ്വർണം എന്ന് പറയുന്നത് അത്ര വലിയ അത്യാവശ്യം ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യമുള്ള എത്ര വില കൊടുത്താലും വാങ്ങാൻ പറ്റുന്ന ആളുകളാണ് സ്വർണം വാങ്ങുന്നത്. സ്വർണം വില കൂടുന്നതിന് നമ്മൾ വാങ്ങുന്ന ആളുകൾക്കല്ലേ പ്രശ്നമുള്ളൂ. അത് സാധാരണക്കാരനൊന്നും ബാധിക്കുന്ന കാര്യമല്ല. സ്വർണത്തിൻ്റെ വില കൂടുന്നതും സാധാരണക്കാരെ ബാധിക്കുന്ന എന്തെല്ലാം കാര്യമുണ്ട്. സ്വർണത്തിൻ്റെ വിലയാണോ സാധാരണക്കാരനെ ബാധിക്കുന്ന കാര്യം? മോളെ കല്യാണം കഴിക്കാനായിക്ക് ഭയങ്കരമായിട്ട് ബാധിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെ പോകാൻ വെച്ചാല് സ്വർണ്ണം ഒന്നും കൊടുക്കാനാകില്ല. അങ്ങനെയുള്ളത് കല്യാണത്തിന് സ്വർണം കൊടുത്തതിനോട് എന്താ അഭിപ്രായം? ഒട്ടും യോജിപ്പില്ല. ഇല്ല. മകൾക്ക് കല്യാണത്തിന് സ്വർണം കൊടുക്കും? ഒരു എന്താ പറയാ, കൊടുക്കണം എന്നുണ്ട്. പക്ഷേ നമ്മളെ ബാധ്യതകൾ ഒന്നും കൂട്ടാത്ത രീതിയിൽ, ചെറിയ രീതിയിൽ ഒരു സന്തോഷത്തിന്. സാധാരണക്കാരൊട്ടും ബാധിക്കില്ല. പിന്നെ ഒന്നാമത് ഇതൊരു അനിവാര്യ ഒരു വസ്തു അല്ലല്ലോ. പിന്നെ വേറൊരു വിഷയമുണ്ട്. ഈ സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നികുതി വെട്ടുകൾ നടക്കുന്നുണ്ട്, നമ്മുടെ GST ഉൾപ്പെടെ. അതിൻ്റെ ഒരു പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നത്, സ്വർണം നമ്മൾ ഭൂമി രജിസ്റ്റർ ചെയ്യല്ലോ. സ്വത്ത് ഭൂമി രജിസ്റ്റർ ചെയ്യുന്ന മാതിരി ഓരോ സ്വർണം വാങ്ങുമ്പോൾ രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ കൃത്യമായ രേഖ കൊടുക്കുക. അപ്പോൾ അത് വിൽക്കുമ്പോഴും അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴൊക്കെ ഈ രേഖ സഹിതം പോവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനൊരു ഇത് കിട്ടും. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് ഓൺലൈനിൽ തന്നെ വാങ്ങുന്നതും വിൽക്കുന്നതൊക്കെ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ കൃത്യമായി നടക്കും. അപ്പോൾ അത് ക്രമേണ സ്വർണം അധികം ആൾ വാങ്ങാത്ത രീതിയിലേക്ക് വരും. അപ്പോൾ അതൊരു പക്ഷേ സ്വർണത്തിൻ്റെ വില നിയന്ത്രിക്കുന്നതിന് ഗുണകരമാവും. സർക്കാരിന് വലിയൊരു ടാക്സ് കിട്ടും. അതായിരിക്കും അതിൻ്റെ ഒരു ഭാഗം എന്ന് എനിക്ക് തോന്നുന്നു. സാധാരണക്കാരെ ബാധിക്കുന്ന ഒട്ടും ഒരു പ്രശ്നമേ അല്ല ഇത്. സ്വർണത്തിന് നമ്മളങ്ങനെ വാങ്ങാൻ പോകുന്നില്ല. ഇപ്പൊ നമുക്ക് അങ്ങനെ ആവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നത്തിലാക്കുന്നില്ല. ഈ കല്യാണത്തിന് പക്ഷെ വിചാരിക്കും ഇങ്ങനെ കല്യാണമൊക്കെ ഉള്ളവരെന്താ ഇത്രയും വില കൂടുന്നത് കൊണ്ട് എന്താ ചെയ്യാന്ന്. വളരെ ബുദ്ധിമുട്ടല്ലേ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ്. കാരണം പാവപ്പെട്ടവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, വാങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പിന്നെ എല്ലാം മായമാണല്ലോ. 916 വണ്ടി കടയിലാവുന്നതെല്ലാം കിട്ടുന്നത്. പലതായിട്ടും പല പ്രശ്നങ്ങളും ഉണ്ട്. സാധാരണക്കാരായ പെൺകുട്ടികളുടെ കല്യാണത്തിന് ബാധിക്കും. പിന്നെ മൊത്തത്തിൽ എന്താ പറയുക, ആഗോള വിപണി, സാമ്പത്തിക നിലയും മറ്റു കാര്യങ്ങളും ഒക്കെ ബാധിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. കല്യാണത്തിന് സ്വർണം നൽകി അത് ശരിയല്ലാന്ന അഭിപ്രായം. പക്ഷെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ചോദിക്കാനും പാടില്ല, കൊടുക്കാനും പാടില്ല. പക്ഷെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അല്ലാതെ ഈ പറയുന്നവരൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. ബാധിക്ക് സാധാരണ സംബന്ധിച്ചോളം വലിയ വിഷമമായിരിക്കില്ല. വിവാഹം കഴിപ്പിച്ചെടുക്കാനുള്ള പെൺകുട്ടികളെ സീപ്പാവൂലേ, എല്ലാവരും ബാധിക്കുന്നതാണല്ലോ. നിർബന്ധമൊന്നുമില്ല. അത് ആചാര്യന്മാർക്ക് കഴിഞ്ഞില്ല എന്നാ കൊടുക്കണം എന്നുള്ളത് അല്ലേ.